ഫ്ലോറിഡക്കാർ പെരുമ്പാമ്പുകളെ പിടികൂടാൻ എന്തിനാണ് റോബോട്ട് മൊയിലുകളെ ഉപയോഗിക്കുന്നത്? റോബോട്ട് മൊയിലുകൾ ഉപയോഗിച്ച് പെരുമ്പാമ്പുകളെ എങ്ങനെ പിടികൂടാം? എന്തിനാണ് പെരുമ്പാമ്പുകളെ അവർ ഇങ്ങനെ പിടികൂടുന്നത്? നമുക്ക് ഈ വീഡിയോയിൽ വിശദമായി ചർച്ച ചെയ്യാം. വളരെ രസകരമായ ഒരു വീഡിയോ ആണ്. പെരുമ്പാമ്പുകളുടെ വംശവർദ്ധനവ് കാരണം പൊറുതിമുട്ടുകയാണ് അമേരിക്കയിലെ ഫ്ലോറിഡ. ഇതിനെ പരിഹരിക്കാനുള്ള ഒരു അസാധാരണവും ക്രിയേറ്റീവായതുമായ ഒരു നീക്കമാണിപ്പോൾ അവർ ഉപയോഗിക്കുന്നത്. പലയിടത്തും ഒളിച്ചിരിക്കുന്ന ഈ ഭീമാകാരമായ പാമ്പുകളെ പുറത്തു കൊണ്ടുവരാൻ ഫ്ലോറിഡക്കാർ ഇപ്പോൾ റോബോട്ട് മൊയിലുകളിലേക്ക് തിരിയുന്നു. ഈ തെക്ക് കിഴക്കൻ US സംസ്ഥാനം വർഷങ്ങളായി ആക്രമണകാരികളായ വേട്ടക്കാരുമായി പോരാടുകയാണ്. 6 മുതൽ 9 അടി വരെ നീളത്തിൽ വളരുന്ന ബർമീസ് പെരുമ്പാമ്പുകൾക്ക് ഫ്ലോറിഡയല്ല സ്വദേശം. അവയ്ക്കവിടെ സ്വാഭാവിക ശത്രുക്കളുമില്ല. അതിനാൽ തന്നെ അവ കാണുന്നതിനെയെല്ലാം തന്നെ ആഹാരമാക്കുന്നു. എവർഗ്ലേഡ്സ് നാഷണൽ പാർക്കിൽ അവ അതിവേഗം പെരുകിയിരിക്കുന്നു. റാക്കൂണുകൾ, മുയലുകൾ, പക്ഷികൾ, ചീങ്കണ്ണികൾ എന്നിവയുൾപ്പെടെ ആ പ്രദേശത്തെ 95% വരുന്ന സസ്തനികളെയും ഈ പെരുമ്പാമ്പുകൾ തുടച്ചു നീക്കിയതായി ഉദ്യോഗസ്ഥർ പറയുന്നു. അവയുടെ അവിശ്വസനീയമായ മറഞ്ഞിരിക്കാനുള്ള കഴിവും ഭീമാകാരമായ വലിപ്പവും അവയെ പിടികൂടുന്നത് ബുദ്ധിമുട്ടാക്കുന്നു. ഇത് ഫ്ലോറിഡയിലെ ഏറ്റവും കഠിനമായ വന്യജീവി വെല്ലുവിളികളിൽ ഒന്നായി അവയെ മാറ്റുന്നു. ഇപ്പോൾ സൗത്ത് ഫ്ലോറിഡ വാട്ടർ മാനേജ്മെന്റ് ഡിസ്ട്രിക്ട് അവരുടെ ഏറ്റവും പുതിയ ശ്രമത്തിൽ റോബോട്ടിക് മൊയിലുകളിൽ പ്രതീക്ഷ അർപ്പിക്കുന്നു. ഈ റോബോ മൊയിലുകൾ എങ്ങനെ പ്രവർത്തിക്കുന്നു? ബർമീസ് പെരുമ്പാമ്പുകൾ ആദ്യമായി അമേരിക്കയിൽ എങ്ങനെ എത്തി? പ്രാദേശിക ആവാസ വ്യവസ്ഥയിൽ അവയുടെ വിനാശകരമായ സ്വാധീനം എന്താണ്? അധികാരികൾ ഇപ്പോൾ ഇങ്ങനെ പ്രവർത്തിക്കുമ്പോൾ എന്തൊക്കെ സംഭവിക്കുന്നു? ഒരു സൂക്ഷ്മ വീക്ഷണം ഇതാ. റോബോ മൊയിലുകൾ എന്താണ്? യഥാർത്ഥ മൊയിലുകളെ പോലെ കാണാനും ചലിക്കാനും മണക്കാനും പോലും രൂപകൽപ്പന ചെയ്ത ആനിമേട്രോണിക് ഡെക്കോയികളാണ് റോബോ മൊയിലുകൾ. ആശയം ലളിതമാണ്. എവർഗ്ലേഡ് നാഷണൽ പാർക്കിന് ചുറ്റുമുള്ള വനങ്ങളിലേക്കും ചതുപ്പു നിലങ്ങളിലേക്കും ഇവയെ വിട്ടയച്ചാൽ ഈ വ്യാജ മൊയിലുകൾ ബർമീസ് പെരുമ്പാമ്പുകളെ വശീകരിച്ച് ഒളിച്ചിരിക്കുന്ന സ്ഥലത്തു നിന്ന് അവയെ പുറത്തേക്ക് കൊണ്ടുവരും. ഇത് പാമ്പുകളെ പിടിക്കുന്ന സംഘങ്ങൾക്ക് ജോലി എളുപ്പമാക്കുന്നു. സ്മിത്സോണിയൻ മാഗസിൻ പറയുന്നതനുസരിച്ച് സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന മൊയിലുകളിൽ ബർമീസ് പെരുമ്പാമ്പുകളുടെ പ്രിയപ്പെട്ട ഭക്ഷണമായ മാർഷ് മൊയിലുകളുടെ ചലനങ്ങളെയും ശരീര താപനിലയും അനുകരിക്കുന്ന മോട്ടോറുകളും ആന്തരിക ഹീറ്ററുകളും സജ്ജീകരിച്ചിരിക്കുന്നു. ഓരോ റോബോ മൊയിലിനും ഒരു വീഡിയോ ക്യാമറയും ഉണ്ട്. ഒരു പെരുമ്പാമ്പ് അടുത്തെത്തുമ്പോൾ ഉപകരണം നിരീക്ഷണ സംഘങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്നു. തുടർന്ന് അവർക്ക് പാമ്പിനെ പിടിക്കാൻ സ്പെഷ്യലിസ്റ്റുകളെ അയക്കാൻ സാധിക്കും. ഈ വേനൽക്കാലത്ത് ഫ്ലോറിഡ സർവകലാശാലയിലും സൗത്ത് ഫ്ലോറിഡ വാട്ടർ മാനേജ്മെന്റ് ഡിസ്ട്രിക്റ്റിലെയും ഗവേഷകർ ഒരു പുതിയ പരീക്ഷണത്തിന്റെ ഭാഗമായി 120 റോബോ മൊയിലുകളെ പുറത്തിറക്കി. മുൻകാലങ്ങളിൽ അധികാരികൾ ജീവനുള്ള മൊയിലുകളെയാണ് ഇത്തരത്തിൽ ചൂണ്ടയായി ഉപയോഗിക്കാൻ ശ്രമിച്ചത്. എന്നാൽ ഈ പ്രക്രിയ ചിലവേറിയതും അപ്രായോഗികവുമായി മാറി. വാട്ടർ ഡിസ്ട്രിക്റ്റിന്റെ ലീഡ് ഇൻവേസീവ് ആനിമൽ ബയോളജിസ്റ്റായ മൈക്ക് കിർക്ലാൻഡ് പറഞ്ഞു, ഓരോ റോബോട്ട് മൊയിലിനും ഏകദേശം $4000 ചിലവുണ്ടാകുമെന്നും വാട്ടർ ഡിസ്ട്രിക്ട് ധനസഹായം നൽകുമെന്നും പറയുന്നു. പദ്ധതി ഇപ്പോൾ ശൈശവാവസ്ഥയിലാണെന്ന് അദ്ദേഹം പറയുന്നു. എന്നിരുന്നാലും ഇവ തയ്യാറാക്കാൻ ഞങ്ങൾക്ക് മതിയായ സമയം ലഭിച്ചു കഴിഞ്ഞാൽ ഇത് വളരെ വിജയകരമായി പ്രവർത്തിക്കുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. ഫ്ലോറിഡയിൽ ഈ പെരുമ്പാമ്പുകൾ ഒരു തലവേദനയായി മാറിയത് എങ്ങനെയാണ്? ഈ ബർമീസ് പെരുമ്പാമ്പുകൾ അവിടെ എത്തിയത് എങ്ങനെ? ബർമീസ് പെരുമ്പാമ്പുകൾ ഫ്ലോറിഡയിൽ നിന്നുള്ളവയല്ല. അവ തെക്കുകിഴക്കൻ ഏഷ്യയിൽ നിന്നുള്ളതാണ്. 1900-ലും 2000-ന്റെ തുടക്കത്തിലും വിദേശ വളർത്തു മൃഗവ്യാപാരത്തിലൂടെയാണ് ഇവയിൽ ഭൂരിഭാഗവും ഫ്ലോറിഡയിലെത്തിയത്. വളർത്തുമൃഗങ്ങളായി വളർത്താൻ അതിൻ്റെ ഉടമകൾക്ക് സാധിക്കാത്തത്രയും വലിപ്പം ഈ പാമ്പുകൾക്കുണ്ടായപ്പോൾ, അതായത് ഇവ വളർന്നു വലുതായപ്പോൾ പലതും രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ ഉടമസ്ഥർ തന്നെ പലതിനെയും കാട്ടിലേക്ക് തുറന്നുവിട്ടു. എവർഗ്ലേഡ് അവയ്ക്ക് അനുയോജ്യമായ ആവാസ കേന്ദ്രമായി മാറി. ചതുപ്പു നിലങ്ങളും ചൂടുള്ളതുമായ കാലാവസ്ഥയും പ്രകൃതിദത്ത വേട്ടക്കാരുടെ അഭാവവും പാമ്പുകൾക്ക് വളരാനും പെരുകാനും അനുയോജ്യമായ അന്തരീക്ഷം നൽകി. ഫ്ലോറിഡയിലെ മത്സ്യ വന്യജീവി സംരക്ഷണ കമ്മീഷന്റെ കണക്കനുസരിച്ച് ഒരു പെൺ പെരുമ്പാമ്പ് ഒരു സമയം 50 മുതൽ 100 വരെ മുട്ടകളിടും. ഗർഭകാലം 60 മുതൽ 90 വരെ ദിവസമാണ്.
ഫ്ലോറിഡയിൽ ഇപ്പോൾ എത്ര പെരുമ്പാമ്പുകളുണ്ടെന്ന് ആർക്കും കൃത്യമായി അറിയില്ല. US ജിയോളജിക്കൽ സർവേ അടുത്തിടെ ഈ സംഖ്യ 10,000 കണക്കാക്കുന്നു. എന്നിരുന്നാലും ചില ഔദ്യോഗിക കണക്കുകൾ 3 ലക്ഷം വരെ എത്തുന്നു. വ്യക്തമായ കാര്യം അവയുടെ സാന്നിധ്യം ഇതിനകം തന്നെ പ്രാദേശിക ആവാസ വ്യവസ്ഥയെ പുനർനിർമ്മിച്ചു എന്നാണ്. USGS പ്രകാരം എവർഗ്ലേഡ്സ് ദേശീയോദ്യാനത്തിൽ ഉടനീളമുള്ള സസ്തനികളുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവുണ്ടായതിന്റെ കാരണം ബർമീസ് പെരുമ്പാമ്പുകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഏറ്റവും കൂടുതൽ കാലം പെരുമ്പാമ്പുകൾ വസിച്ചിരുന്ന പാർക്കിന്റെ വിദൂര തെക്കേ അറ്റത്തുള്ള പ്രദേശങ്ങളിലാണ് തദ്ദേശീയ ജീവിവർഗങ്ങളുടെ എണ്ണത്തിൽ ഏറ്റവും ഗുരുതരമായ കുറവ് സംഭവിച്ചത്. 2012 ഒരു പഠനമനുസരിച്ച് ഫ്ലോറിഡയിൽ ചെറിയ സസ്തനികളുടെ എണ്ണം ഗണ്യമായി കുറഞ്ഞു. 1997 മുതൽ റാക്കൂണുകളുടെ എണ്ണം 99.3%, ഒപ്പോസങ്ങളുടെ എണ്ണം 98.9%, ബോബ് ക്യാറ്റുകളുടെ എണ്ണം 87.5% കുറഞ്ഞു. മാർഷ് റാബിറ്റ്സ്, കോട്ടൺ റെയിൽ റാബിറ്റ്സ്, കൂർക്കന്മാർ തുടങ്ങിയ ഇനങ്ങൾ ഏതാണ്ട് അപ്രത്യക്ഷമായി എന്ന് തന്നെ പറയാം. ഈ പ്രശ്നം പരിഹരിക്കാൻ അധികാരികൾക്ക് ഇത്തരത്തിൽ ക്രിയേറ്റീവായി പ്രവർത്തിക്കേണ്ടി വന്നു. പെൺപെരുമ്പാമ്പുകളെയും അവയുടെ കൂടുകളെയും കണ്ടെത്താൻ അവർ ആൺ പെരുമ്പാമ്പുകളിലെ ട്രാക്കറുകൾ ഘടിപ്പിക്കാൻ ശ്രമിച്ചു. പെരുമ്പാമ്പുകളെ പിടികൂടുന്ന വേട്ടക്കാർക്ക് പ്രതിഫലം നൽകുന്ന ഒരു മത്സരമായ ഫ്ലോറിഡ പൈത്തൺ ചലഞ്ച് പോലും ആരംഭിച്ചു. ഈ വർഷം ജൂലൈയിൽ 30 സംസ്ഥാനങ്ങളിൽ നിന്നുള്ള 934 പേർ ഈ വെല്ലുവിളിയിൽ പങ്കുചേർന്നു. 294 പാമ്പുകളെ പിടികൂടി. 60 പെരുമ്പാമ്പുകളെ പിടികൂടിയ ഒരു വേട്ടക്കാരന് $10,000, അതായത് 8.78 ലക്ഷം രൂപ സമ്മാനമായി ലഭിച്ചു. 2000 മുതൽ 23,000-ലധികം പാമ്പുകളെ കാട്ടിൽ നിന്ന് നീക്കം ചെയ്തതായി ഫ്ലോറിഡ മത്സ്യ വന്യജീവി സംരക്ഷണ കമ്മീഷൻ അറിയിച്ചു. ഇനി ഈ പിടികൂടുന്ന പാമ്പുകളെ അവർ എന്ത് ചെയ്യും? മറ്റുള്ളവർക്ക് കൊണ്ടിട്ടാൽ ഇത് തന്നെയല്ലേ സംഭവിക്കുന്നത്. അപ്പോൾ പിന്നെ അവർക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? പിടികൂടിയ ശേഷം പാമ്പുകളെ കാട്ടിലേക്ക് തിരികെ വിടില്ല. പക്ഷെ ഉദ്യോഗസ്ഥർ അവയെ വളരെ മാനുഷികമായ രീതിയിലാണ് കൊല്ലുന്നത്. ഫ്ലോറിഡ മത്സ്യ വന്യജീവി സംരക്ഷണ കമ്മീഷൻ ഈ പ്രക്രിയ വ്യക്തമായി വിശദീകരിക്കുന്നു. ആദ്യം പെരുമ്പാമ്പിനെ വേദനയോ വിഷമോ അനുഭവപ്പെടാതിരിക്കാൻ പൂർണ്ണമായും അബോധാവസ്ഥയിലാക്കണം. അതിനുശേഷം പീറ്റിംഗ് എന്ന ഒരു നടപടിക്രമത്തിലൂടെ അതിൻ്റെ തലച്ചോറിനെ നശിപ്പിക്കുന്നു. ഇത് മൃഗത്തിന് ബോധം വീണ്ടെടുക്കാനും വേദനയോ കഷ്ടതയോ ഇല്ലാതെ കൊല്ലപ്പെടാനും സാധിക്കുന്നു. ഫ്ലോറിഡയിൽ നോൺ നേറ്റീവായ ഉരകങ്ങളെ ആൻറ്റി ക്രൂവൽറ്റി ലോ പ്രകാരം മാത്രമേ സംരക്ഷിക്കുന്നുള്ളൂ. നോൺ നേറ്റീവായ ഉരകങ്ങളെ മാനുഷികമായ രീതിയിൽ കൊല്ലുന്നുവെന്ന് ഉറപ്പാക്കാൻ ഒരു ധാർമ്മികവും നിയമപരവുമായ ബാധ്യതയുണ്ട് എന്ന് കമ്മീഷന്റെ വെബ്സൈറ്റ് വിശദീകരിക്കുന്നു.